ആരോടും നമ്മൾ പറയാതെ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് വജൈനൽ ഡ്രൈനസ് എന്ന് പറയുന്നത്. ഹോട്ട് ഫ്ലാഷസും ആവശ്യമില്ലാതെ പെട്ടെന്ന് രാത്രിയിലൊക്കെ സ്വെറ്റ് ഉണ്ടാകുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് പേരിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് മൂഡ് സ്വിങ്സ്. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആൻറ്റി ഏജിങ്ങിൽ ഏറ്റവും കൂടുതൽ കൺസേൺ ആയിട്ടുള്ള, ശ്രദ്ധിക്കുന്ന, വറി ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമ്മളുടെ സ്കിന്ന് റിങ്കിൾസ് ആവുന്നുണ്ടോ, ഹെയർ ലൂസ് ആവുന്നുണ്ടോ എന്നൊക്കെ. പക്ഷേ അതിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങളാണ് നമ്മൾ മെനോപ്പസ് പീരീഡിലും പെരിമെനോപ്പസ് പീരീഡിലും ഒക്കെ നമ്മളുടെ ശരീരത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മൾ ആരോടും പറയാതെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന കുറേ കാര്യങ്ങൾ, നമ്മൾക്ക് തന്നെ മനസ്സിലാകാത്ത കുറച്ച് കാര്യങ്ങൾ. കാലിൻ്റെ വെള്ളം നമുക്ക് ചുട്ടുപൊള്ളുന്ന പോലെ തോന്നുക, നമ്മളുടെ ജോയിൻസിനൊക്കെ വേദന വരിക, സ്കിന്ന് പെട്ടെന്ന് ഡള്ളാകുക, കളറ് കുറയുക, മുടി ഭയങ്കരമായിട്ട് കുറഞ്ഞു നമ്മളുടെ ഉള്ളു കുറയുക, അതേപോലെ തന്നെ മുടി ഇങ്ങനെ തിന്നാകുക, ഓരോ മുടിയും ഒരു കട്ടിയില്ലാത്ത പോലെ ആകുക, മുടി റബ്ബർ ബാൻഡ് പോലെ വലിയുക, ചിലർക്ക് മുടി പെട്ടെന്ന് കേളിയാകുക, ചിലർക്ക് സ്ട്രെയിറ്റ് ഹെയർ ആകുക, കുറേ മാറ്റങ്ങളാണ്. പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളുടെ സ്വഭാവത്തിൽ തന്നെ ഭയങ്കര വ്യത്യാസങ്ങളാണ്. അപ്പോൾ നമ്മൾക്കിന്ന് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നമ്മളുടെ ഈ മെനോപ്പസ് പീരീഡിൽ, ആൻറ്റി ഏജിങ് പീരീഡിൽ എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ ഒബ്സർവ് ചെയ്ത് നോക്കാൻ വേണ്ടിയാണിത്. അപ്പോഴാണ് നമ്മളുടെ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് നമുക്ക് നമ്മളുടെ സ്കിന്നിലുണ്ടാകുന്ന ഡിഫറൻസിനെ പറ്റി നോക്കാം. നമ്മളുടെ സ്കിന്ന് ഡ്രൈ ആകുകയും ആ ഒരു ഇലാസ്റ്റിസിറ്റി ലൂസാകുകയും ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സ്കിൻ ഒരുപാട് ഇലാസ്റ്റിസിറ്റി കൂടും അല്ലേ? പക്ഷേ അതിനങ്ങനല്ല പറയേണ്ടത്. നമ്മൾ ഇലാസ്റ്റിസിറ്റി ലൂസാകുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ സ്കിന്നിൻ്റെ സ്റ്റിഫ്നെസ് ലൂസാകുകയാണ് ചെയ്യുന്നത്. നമ്മളെ സ്കിന്ന് സാഗ് ചെയ്യാൻ തുടങ്ങും, സ്കിന്ന് ഡ്രൈ ആകാൻ തുടങ്ങും. നമ്മൾ തന്നെ മനസ്സിലാക്കും, നമ്മൾ എത്ര സ്കിൻ കെയർ ചെയ്തിട്ടും ഇങ്ങോട്ട് ശരിയാവുന്നില്ല ചില സമയത്ത്. അല്ലെങ്കിൽ നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ നമ്മളുടെ സ്കിന്നിൻ്റെ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ടായിരിക്കും അല്ലേ? പെട്ടെന്ന് തന്നെ സ്കിന്നിന് ഒരു ഡ്രൈനെസ് ഉണ്ടാകും. നമ്മളുടെ ഫേസിൻ്റെ സ്കിന്നിന്, കൈയുടെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ കഴുത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കഴുത്തിലാണ് പെട്ടെന്ന് ആദ്യം തന്നെ നമ്മൾ ഏജിൻ്റെ സിംറ്റംസ് കണ്ടു തുടങ്ങുന്നത് കഴുത്തിലാണ്, പിന്നെ നെറ്റിയിലാണ് കണ്ടുപോകുന്നത്, കണ്ണിൻ്റെ സൈഡിൽ. അപ്പോൾ അവിടെയൊക്കെയും നമ്മളുടെ സ്കിന്നിൻ്റെ ഡിഫറൻസ് കണ്ടു തുടങ്ങും. അപ്പോൾ നമ്മൾക്ക് അവിടെ എന്താണ് ചെയ്യാൻ പറ്റുക? ഏറ്റവും കൂടുതൽ നിങ്ങളെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്പർ 1 ആയിട്ടുള്ള സൊല്യൂഷൻ. നമുക്ക് വീട്ടിൽ തന്നെ പല കാര്യങ്ങളും, ഞാൻ കുറേ ഡ്രിങ്ക്സിൻ്റെ കാര്യം പറഞ്ഞു, അതല്ലാതെ തന്നെ ഒരു 1008 ഡ്രിങ്ക്സ് വേറെ ഉണ്ട് കേട്ടോ. ഞാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ഉലുവ കുതിർത്തിട്ട് ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കാം, അല്ലെങ്കിൽ നെല്ലിക്ക ജ്യൂസ് കഴിക്കാം. ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് റോസ് പെറ്റൽസ്, നല്ല കഴിക്കാൻ പറ്റുന്ന റോസ് പെറ്റൽസ് ഇല്ലേ, അതായത് റോസ് ഫ്ലവറിൻ്റെ ഇതളുകൾ ഒരു വളരെ ചെറിയ ചൂടുവെള്ളത്തിലോട്ട് കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് അത് കഴിക്കാം. റിയൽ ശംഖുപുഷ്പത്തിൻ്റെ പൂവായിരിക്കണം. ശംഖുപുഷ്പം എന്ന് പറഞ്ഞ് നമ്മൾ കാട്ടിൽ കാണുന്നതൊന്നും ശംഖുപുഷ്പമല്ല കേട്ടോ, പോയിസണസ് ഫ്ലവേഴ്സ് ആയിരിക്കും. അതൊന്ന് ശ്രദ്ധിച്ചോളൂ, അതൊക്കെ കഴിക്കാം. അങ്ങനെ നമ്മൾക്ക് ഷുഗർ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കഴിച്ചാൽ തന്നെ നമ്മുടെ സ്കിന്നിനെ കുറേ അധികം നമുക്ക് മാനേജ് ചെയ്ത് ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു 70-75 വയസ്സ് വരെയൊക്കെ റിങ്കിൾസ് ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റും. അതിനെന്താ ചെയ്യേണ്ടത്? റെഗുലർ റൊട്ടീനായിട്ടുള്ള കെയർ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഡോക്ടറെ ഒന്ന് കാണാൻ മറക്കരുത്. ഏത് ഡോക്ടറെയാണ് നമ്മൾ ഈ ഒരു ഏജിൽ കാണേണ്ടത്? ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണണം. നിങ്ങളിപ്പോൾ എസ്തറ്റീഷ്യനെയോ ഡെർമറ്റോളജിസ്റ്റിനെയോ ഒന്നും കണ്ടിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് അവരെയൊക്കെ കണ്ടോളൂ, പക്ഷേ ആദ്യം കാണേണ്ടത് ഗൈനക്കോളജിസ്റ്റിനെ തന്നെയാണ്. അതായത് നമ്മളുടെ ഹോർമോണിൻ്റെ ചേഞ്ചസ് എന്തുമാത്രം ഉണ്ട്, എങ്ങനെയുണ്ട്, PCOD ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ യൂട്രസ് ഓക്കെ ആണോ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ബോഡിയിൽ വ്യത്യാസങ്ങളുണ്ടോ, ബ്രസ്റ്റ് ക്യാൻസറൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ്. അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മളുടെ സ്കിന്നിനെ ബാധിക്കുന്ന കുറേ കാര്യങ്ങൾ. ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്തേക്കുക. ഷുഗർ കട്ട് ചെയ്താൽ തന്നെ നിങ്ങളുടെ സ്കിന്ന് നല്ല റോസ് ഫ്ലവർ പോലെ തിളങ്ങും. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് കുറേ പിമ്പിൾസോ അല്ലെങ്കിൽ മെച്യൂർ ആക്നെയോ ഒന്നും തന്നെ വരില്ല. അപ്പം നമ്മൾക്ക് ആദ്യം തോന്നുന്നത്, ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഏജ് ആയെന്ന് നമ്മൾ വിസിബിളായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ പറ്റാത്ത പോലെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്? നമ്മളുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് ആണ്. ഇതൊക്കെയാണ് നമ്മൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഉറപ്പായിട്ടും മോയ്സ്ചറൈസർ ഇടുക. ഒരുപാട് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും മോയ്സ്ചറൈസർ ഇടാം. ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഓഫീസിലാണെങ്കിൽ തന്നെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ ഇടാവുന്നതാണ്. വീട്ടിലാണെങ്കിൽ ഈസി ആയിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ ഇടാവുന്നതാണ്.
അല്ലേ? അല്ലെങ്കിൽ നമ്മൾക്ക് ആൻറ്റി ഏജിങ് ഓയിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇടാവുന്ന കാര്യമാണ്. ആൻറ്റി ഏജിങ് ഓയിലൊക്കെ ഇട്ടിട്ട് അധികം ഫേസ് വിയർക്കാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് വിയർത്ത് കഴിഞ്ഞാൽ ചിലർക്ക് സെൻസിറ്റീവ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ ക്ലോഗായിട്ട് മെച്ചുർ ആക്നെയൊക്കെ വരും. പിന്നെ വിയർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു നമ്മളെ ബോഡി ഹീറ്റ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ശരിക്കുള്ള യൂസ് നമ്മൾക്ക് ഫേസിലേക്ക് കിട്ടണം എന്നില്ല. നിറയെ പേരും അടുക്കളയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വർക്കെല്ലാം കഴിഞ്ഞിട്ട് പോയി കഴുകിക്കളയുന്നൊരു സ്വഭാവമുള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്നുമല്ല ചെയ്യണം. നിങ്ങൾ എപ്പോഴാണോ റിലാക്സ് ആയിട്ടിരിക്കുന്നത് ആ സമയത്താണ് നിങ്ങൾ സ്കിൻ കെയർ ചെയ്യേണ്ടത്, ഹെയർ കെയർ ചെയ്യേണ്ടത്. അപ്പോൾ സ്കിന്നിൻ്റെ കാര്യമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾക്ക് എന്താണ് പറയാൻ പറ്റുന്ന ആൻറ്റി ഏജിങ്ങിൽ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? സ്കിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹെയർ എന്ന് പറയുന്നത്. ഹെയർ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ കൊടുക്കുന്ന കെയർ ആണ് നമ്മളുടെ ഹെയർ. നമ്മളുടെ ആരോഗ്യത്തിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മളുടെ ഹെയർ. നമ്മൾക്ക് പെട്ടെന്ന് മുടിയൊക്കെ പൊഴിഞ്ഞു പോകും ഒരു ഏജ് കഴിയുമ്പോൾ. എന്താണെന്നറിയാമോ? നമ്മുടെ ശരീരത്തെ വിറ്റമിൻസും മിനറൽസും മെറ്റബോളിസവും ഒക്കെ അങ്ങ് പെട്ടെന്ന് കുറഞ്ഞു പോകുന്നതുകൊണ്ട്, കൊളാജിനൊക്കെ കുറഞ്ഞു പോകുന്നതാണ്. കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാൻ നല്ലൊരു കാര്യമാണ് നിങ്ങളുടെ ബോൺ ബ്രോത്ത് ഒക്കെ. നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉപ്പ് പോലും ഇല്ലാതെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. വളരെ നിങ്ങൾക്ക് പിങ്ക് സോൾട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. അതുകൂടെ ഇല്ലെങ്കിലും വളരെ നല്ലതാണ്. ടേസ്റ്റിന് ചെറുതായിട്ടൊന്ന് കഴിക്കാം. നമ്മൾക്ക് ഈ ഒരു ഏജിൽ ടേസ്റ്റിനൊക്കെ ഭയങ്കര നിർബന്ധമുള്ള ഒരു ഏജാണിത്. കുറച്ചൊക്കെ ഒരു ടേസ്റ്റിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് ചെയ്യാം. ചെറുതായിട്ടൊക്കെ ഉപ്പിടാം, ഒരു പിഞ്ചൊക്കെ ഉണ്ട്, ഉപ്പ് കുറച്ച് കൊണ്ടുവരിക. ഹെയറിൻ്റെ കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തലയൊന്ന് സ്കാൾപ്പൊന്ന് മസാജ് ചെയ്യുക. എക്സ്പെഷ്യലി കഴുത്തിൻ്റെ പുറകിൽ മസാജ് ചെയ്യുന്നത് നിങ്ങൾക്ക് മുഖത്തുണ്ടാകുന്ന റിങ്കിൾസ് കുറയാനും ഹെയർ ഗ്രോത്ത് കൂടാനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ പറ്റുന്നവർക്കൊക്കെ ഡെയിലി എണ്ണ മസാജ് ചെയ്ത് കുളിക്കുന്നത് നല്ലതാണ്. ജഡാമഞ്ചി ഓയിൽ മസാജ് ചെയ്ത് കുളിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾക്ക് കുറച്ചും കൂടെ നറിഷ്മെൻറ്റ് നമ്മുടെ സ്കാൾപ്പിലേക്ക് കിട്ടുകയാണ്. ഒരുപാട് പേര് പറയും എണ്ണ തേച്ച് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല, മുടി വളരില്ല എന്നൊക്കെ. അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഉറപ്പായിട്ടും നമ്മൾക്ക് എണ്ണ തേച്ച് മസാജ് ചെയ്യുന്നതുകൊണ്ട് മുടി വളരും. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള എണ്ണയാണ് ചേരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ സ്കാൾപ്പിൽ നമ്മളുടെ ഓപ്പൺ പോസ്, നമ്മുടെ ഫേസിൽ പോസ് ഉള്ള പോലെ തന്നെ നമ്മളുടെ സ്കാൾപ്പിലും പോസ് ഉണ്ട്. നമ്മൾ മസാജ് ചെയ്യുമ്പോഴത്തേക്കും ഈ എണ്ണയും കൂടെ ചേർന്ന് മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നമ്മളുടെ ഹെയറിൻ്റെ റൂട്ടിലോട്ട് കൂടുകയും നമ്മൾക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുകയും ചെയ്യും. ഈ ഒരു ഏജിലാണ് നമ്മളുടെ ഹെയർ ഫുള്ള് ലൂസാവുന്നതും ഹെയർ തിന്നാവുന്നതും പൊട്ടിപ്പോകുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ഇലാസ്റ്റിസിറ്റി കൂടും. ചിലർക്ക് മുടി ഇങ്ങനെ വലിച്ചാൽ വലിഞ്ഞു പോകും. ഈ ഒരു ഏജിൽ പോയി കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാതെ ബോട്ടോക്സ് ഒന്നും ചെയ്യാതെ ഒക്കെ നോക്കുക. അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. കെമിക്കൽ ഫ്രീ ആയിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടമാണ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യണമെന്നില്ല. അപ്പോൾ ഹെയർ തിന്നാകുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹെയറിൻ്റെ ഹെൽത്തിന് വേണ്ടി പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് എടുക്കുക എന്നുള്ളതാണ്. കാൽസ്യം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫുഡ് നിറയെ എടുക്കുക. വെജിറ്റബിൾസ് നിറയെ കഴിക്കുക, പ്രോട്ടീൻ നിറയെ ഇൻടേക്ക് എടുക്കുക, കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കുക, നിറയെ വെജിറ്റബിൾസ് കഴിക്കുക, ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക. അങ്ങനെ കുറേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫുഡിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഫുഡ് കുറയ്ക്കാനോ ഫുഡ് കൂട്ടാനോ അല്ല, ബാലൻസ്ഡ് ആയിട്ടാണോ നിങ്ങൾ ഫുഡ് കഴിക്കുന്നതെന്ന് എന്നാലോചിച്ച് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ഫുഡ് കഴിക്കാനൊന്ന് ശ്രദ്ധിക്കുക. കുറച്ച് ദിവസങ്ങൾ മാത്രം അതിനൊരു ബുദ്ധിമുട്ടാകും. കാരണം അത് നമ്മൾ ശീലിച്ചിട്ടില്ലാത്തൊരു കാര്യമായതുകൊണ്ട്. ചിലർക്കൊക്കെ ഈസി ആയിരിക്കും. മുളപ്പിച്ച പയർ അതൊക്കെ നമ്മളുടെ മുടിക്ക് നല്ല ഒരു ഹെൽത്തി ഹെയർ തരുന്ന കുറേ കാര്യങ്ങളാണ്. നിറയെ ചെറിയ ഫിഷ് കഴിക്കാം, മുട്ട കഴിക്കാം, നിങ്ങൾ ചിക്കൻ ബ്രസ്റ്റ് കഴിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളുടെ മുടിക്ക് നല്ല ഹെൽത്ത് തരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ 2 കാര്യങ്ങൾ നോക്കി, ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആൻറ്റി ഏജിങ്ങിൽ നമ്മളുടെ ശരീരത്തുണ്ടാകുന്ന എന്ത് മാറ്റമാണ് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്? ഒരുപാട് പേരും പറയാൻ മടിക്കുന്ന, പറയാത്ത, അല്ലെങ്കിൽ ചിലർ കൂടുതൽ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് മാത്രം പറയുന്ന കുറേ കാര്യങ്ങളാണ് ഹോട്ട് ഫ്ലാഷസും നൈറ്റ് സ്വെറ്റും. കാരണമില്ലാതെ രാത്രിയിൽ വെറുതെ കൈയൊക്കെ വിയർക്കുന്നു, വല്ലാതെ നമ്മളെ വിയർക്കുന്നു. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഒരു ചൂട് കയറിയിട്ട് നമുക്ക് കുറേ വിയർപ്പുണ്ടാകുന്നു. മേക്കപ്പ് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് വിയർത്തൊഴുകുന്നു, വല്ലാതെ പെട്ടെന്ന് വിയർത്തൊഴുകുക. ഇതൊക്കെ നമ്മളുടെ കുറേ പ്രശ്നങ്ങളാണല്ലേ. അപ്പം നമ്മൾക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഹോട്ട് ഫ്ലാഷസും ആവശ്യമില്ലാതെ പെട്ടെന്ന് രാത്രിയിലൊക്കെ സ്വെറ്റ് ഉണ്ടാകുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നത്
ഉറങ്ങുന്നതിന് മുന്നേ അല്ലെ ഡെയിലി രാവിലെ കുളിക്കുമ്പോഴൊക്കെ ലൂക്ക് വാം വാട്ടറിൽ കുളിക്കുന്നതാണ് നല്ലത്. ലൂക്ക് വാം വാട്ടറിൽ കുളിക്കുക. ജോയിൻസിനും നിങ്ങളുടെ ശരീരത്തുമൊക്കെ ഒരു വാമായിട്ടുള്ള കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒക്കെ തേച്ചിട്ട് കുളിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സൗന്ദര്യകാന്തി ഓയിൽ തേച്ചിട്ട് കുളിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇതിനകത്ത് എല്ലാ ഓയിലിൻ്റെയും കൂടെ ഒരു മിക്സ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് നല്ല ദേഹത്തിന് കാന്തിയും കിട്ടും. ശരീരത്തുണ്ടാകുന്ന ചുളി, ഈ മുഖത്തും കയ്യിലും ഒക്കെ ഉണ്ടാകുന്ന ചുളികൾ കുറേശ്ശെ ശരീരത്തും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തുടയൊക്കെ സാഗിങ് ആകുകയൊക്കെ ചെയ്യുന്നത്, അതുപോലെ വയറ് സാഗാകും ചിലർക്ക്. അതൊക്കെ കുറച്ചൊന്ന് എൻറിച്ച് ആകാനും ഒന്ന് നറിഷ് ആക്കാനും നമ്മൾക്ക് സൗന്ദര്യകാന്തി ഓയിൽ വളരെ നല്ലതാണ്. കളർ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒരു 2 ടോൺ ഇൻക്രീസ് ആയി കിട്ടാൻ വളരെ നല്ലതാണ്. അതൊന്ന് ചെറുതായിട്ട് ഹോട്ട് വാട്ടറിൽ വെച്ച് ചൂടാക്കിയിട്ട് തേക്കുന്നത് കുറച്ചും കൂടെ നന്നാവും. ഡയറക്റ്റ് ആയിട്ടുള്ള ഹീറ്റിൽ വെച്ച് തേക്കരുത്. ഹോട്ട് വാട്ടറിൽ വെച്ച് ലൈറ്റായിട്ട് ചൂടാകുമ്പോൾ നിങ്ങൾ ദേഹത്തൊക്കെ തേക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ നലങ്ക് മാവ്, എക്സ്പെഷ്യലി വെട്രിവെയർ കൂടുതൽ ഇട്ടിട്ട് നിങ്ങൾ ദേഹത്തൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് തൈരിനകത്ത് മിക്സ് ചെയ്തിട്ട് ദേഹത്തൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം ഒന്ന് കൂളാകും. ഉച്ചിയിൽ എണ്ണ വെച്ച് കുളിക്കാൻ ഒരിക്കലും മറക്കരുത്. ഓയിൽ ബാത്ത്, ട്രഡീഷണൽ ഓയിൽ ബാത്ത് വളരെ നല്ലതാണ് ഹോട്ട് ഫ്ലാഷസിനൊക്കെ. അതായത് എല്ലാ ആഴ്ചയിലും ബുധനാഴ്ചയും ശനിയാഴ്ചയും നിങ്ങൾ എണ്ണ വെച്ച് തന്നെ കുളിക്കണം. ഉച്ചിയിൽ എണ്ണ വയ്ക്കണം, അതുപോലെ തന്നെ ശരീരത്തൊക്കെ എണ്ണ വയ്ക്കണം, എല്ലാ ജോയിൻസിലും എണ്ണ വയ്ക്കണം. ഇതൊക്കെ വെച്ച് കുളിക്കുന്നത്, ഓയിൽ ബാത്ത് കറക്റ്റായിട്ട് എടുക്കുന്നത് വളരെ നല്ലതാണ്. ആദ്യം ഉച്ചിയിൽ ഒരു 5 ഡ്രോപ്പ് വെക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ തല മൊത്തം മസാജ് ചെയ്യുക എണ്ണ. പിന്നെ ദേഹത്ത് മൊത്തം സൗന്ദര്യകാന്തി ഓയിൽ തേക്കുക. കാലിൻ്റെ വെള്ളയിൽ ഓയിൽ തേക്കുന്നത് കണ്ണിന് കാഴ്ച കൂടാൻ വളരെ നല്ലതാണ്. കാലിൻ്റെ സൈഡിലും കാലിൻ്റെ വെള്ളയിലും ഒക്കെ ഒരു ബാത്റൂമിൽ ഒരു ചെയറോ നല്ല ഉറപ്പുള്ള ഒരു സ്റ്റൂള്, ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള സ്റ്റൂൾ തന്നെ നിങ്ങൾ വാങ്ങിക്കണം. ലോക്കലായിട്ട് വാങ്ങിച്ച് ചിലപ്പോൾ കുളിക്കുന്നതിനിടയ്ക്ക് മറിഞ്ഞ് ബാത്റൂമിൽ കിടക്കും, പിന്നെ അതിനേക്കാളും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കാശ് മുടക്കി ബ്രാൻഡഡ് ആയിട്ട് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നിങ്ങൾക്കിതിന് വളരെ നല്ലതാണ്. നമുക്കുള്ളിലേക്ക് എന്ത് കഴിക്കാൻ പറ്റും? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കരിക്കിൻ വെള്ളം, നാരങ്ങ വെള്ളം, ആ ജ്യൂസസ് എല്ലാം കഴിക്കുന്നത് നല്ലതാണ്. കുറേ മസാല കഴിക്കുന്നത് അങ്ങ് കട്ട് ചെയ്താൽ വളരെ നല്ലതാണ്. എല്ലാത്തിലും, എല്ലാ കറികളിലും നിങ്ങൾ അല്ലെങ്കിൽ കഴിക്കുന്ന ചിക്കൻ പീസിലുമൊക്കെ കുറച്ച് ലൈം പിഴിഞ്ഞൊഴിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് അതങ്ങ് പൊക്കോളും. അങ്ങനെ നമ്മളുടെ കുറച്ച് ന്യൂട്രീഷൻ, നിങ്ങൾ മുരിങ്ങയില ഡ്രിങ്ക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. മുരിങ്ങയുടെ പൗഡർ ഇട്ടിട്ട് കഴിക്കാം. അതൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാവുള്ളൂ കേട്ടോ. ബട്ട് മാറ്റി ഷഫിൾ ചെയ്ത് ജ്യൂസസ് കുടിക്കുക. അങ്ങനെ നമ്മളുടെ ശരീരത്തിനെ ഒന്ന് കൂളാക്കി വെക്കുക. ബട്ടർ മിൽക്ക് കുടിക്കാം, യോഗർട്ട് കഴിക്കാം. അങ്ങനെ കുറേ ഡയറ്റിലും കൂടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കുള്ള ഹോട്ട് ഫ്ലാഷസ് നമ്മൾക്ക് ഒഴിവാക്കാം. ഇതൊക്കെ നമ്മളെ മൈൻഡിൽ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആക്കും. ഒരു പുതിയ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അന്നേരം അത് മൊത്തം നനയും, അല്ലെങ്കിൽ കഷം മൊത്തം നനയും. ഒരു സാരി ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ബാക്കി ഫുള്ള് നനയും. നമുക്കൊന്ന് ടൈഡി ആയിട്ട് ഒരിടത്തോട്ട് പോകാൻ പറ്റത്തില്ലാത്ത ഒരേ അവസ്ഥകളൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് പേരുണ്ട് ഫേസ് ഒന്ന് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് പെട്ടെന്ന് വിയർത്ത് കൊട്ടും. ഇതിനൊക്കെ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു എക്സ്റ്റെൻറ്റ് വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നിറയെ പേർക്കും ആൻറ്റി ഏജിങ്ങിലുള്ള ഒരു പ്രശ്നമാണ് ഉറക്കം വരത്തില്ല എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ എൻ്റെ അടുത്തുണ്ട്. കാരണം എത്ര പേരാ പാതിരായ്ക്ക് മെസ്സേജ് അയക്കുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് ചോദിച്ച്. അപ്പോൾ ഉറങ്ങുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഉറങ്ങാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ ഹോർമോൺ റെഡ്യൂസ് ആവുന്നത് കൊണ്ടും നമ്മുടെ ശരീരത്തിൽ മെറ്റാബോളിസം ഇല്ലാത്തത് കൊണ്ടും നമ്മളുടെ യൂത്ത്ഫുൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുറഞ്ഞ് നമ്മളുടെ ശരീരത്തിൽ വരുന്നത് കൊണ്ടുമാണ് നമ്മൾക്ക് ഈ ഉറക്കമൊന്നും വരാത്തത്. ഹോർമോണിൻ്റെ പ്രശ്നം കാരണം. ഷുഗർ ഉണ്ടെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. മെറ്റാബോളിസം കുറയുന്നുണ്ട്. ഇതിനെന്താ ചെയ്യേണ്ടത്? റെഗുലറായിട്ട് ഡെയിലി ഒരു 20 മിനിറ്റ്സ് വാക്കിംഗ് പോകുക. അത് ആക്കുക. വീട്ടിനുള്ളിൽ ചെറിയ സർഫേസിൽ, ചെറിയ സറൗണ്ടിങ്സിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണെങ്കിൽ മുട്ടുവേദന ഉണ്ടാകും. നടക്കുമ്പോൾ നിങ്ങളിങ്ങനെ ചുറ്റി സർക്കിൾ പോലെ നടന്നു വരുമ്പോൾ നിങ്ങൾ തിരിയുന്നത് ഒരു ചെറിയ ഏരിയയിലാണെങ്കിൽ മുട്ടുവേദന ഉറപ്പായിട്ടും ഉണ്ടാകും. നടക്കുമ്പോൾ കുറച്ച് ലോങ് ആയിട്ടുള്ള ഏരിയയിൽ നടക്കാൻ ശ്രമിക്കുക. നടക്കാൻ പോലെ ഡെയിലി അമ്പലത്തിൽ പോകുന്നൊരു പ്രാക്ടീസ് ആക്കുക, പള്ളിയിൽ പോകുന്നൊരു പ്രാക്ടീസ് ആക്കുക. സോ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു 20 മിനിറ്റ്സ് നടക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മളുടെ ശരീരത്തിലുള്ള പ്രോട്ടീൻ്റെ ഇൻടേക്ക് കുറച്ച് കൂട്ടുക. ഇതൊക്കെ നമുക്ക് സ്ലീപ്പ് തരാൻ വളരെ നല്ലതാണ്. പിന്നെ ഉറങ്ങുന്നതിന് ഒരു 1 അവർ മുന്നേ നല്ല ചൂടുള്ള പാൽ കുടിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഷുഗർ ഇടണം എന്നൊന്നുമില്ല. ഇനി പാൽ കുടിക്കാൻ പറ്റത്തില്ല, ലാക്റ്റിക് അലർജിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഹെർബൽ ടീ,
എന്ന് വെച്ചാൽ എന്താ, ചായ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചമമോലി ഫ്ലവേഴ്സ് നല്ല ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഫിൽറ്റർ ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ്. നമ്മളുടെ കോണില്ലേ, ചോളത്തിൻ്റെ മേളിലൊരു സിൽക്ക് പോലെ ഒരു നൂല് കാണത്തില്ലേ, അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ചൂടുവെള്ളത്തിൽ ഒരു 40 മിനിറ്റ് വെച്ചിട്ട്, ബോയിലിംഗ് വാട്ടറിൽ 40 മിനിറ്റ് വെച്ചിട്ട് ചെറുചീയ ചൂടാകുമ്പോൾ അതൊന്ന് ഫിൽറ്റർ ചെയ്ത് കുറച്ച് ലൈം കൂടെ ഒഴിച്ച് കഴിച്ചാൽ നല്ലതാണ്. ഉറങ്ങാൻ പോകുമ്പോൾ ലൈം വേണ്ട, വെറുതെ ഇത് മാത്രം ലൈമില്ലാതെ കുടിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഹെർബൽ ടീ, ഹൈബിസ്കസ് ടീ കുടിക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ശംഖുപുഷ്പത്തിൻ്റെ ടീ കുടിക്കാം. അങ്ങനത്തെ ടീകളാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് വളരെ ചെറിയ രീതിയിൽ സിപ്പ് ചെയ്ത് കുറച്ച് കുടിച്ചിട്ട് ഫോണൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ കേട്ടാലേ ഉറക്കം വരത്തുള്ളെങ്കിൽ ആ മാറ്റി വെച്ചിട്ട് അത് കേട്ടുകൊണ്ട് ഉറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ കുറേശ്ശെ നമ്മളൊരു മെഡിറ്റേഷൻ സ്റ്റേജിലോട്ട് പോവുകയും നമ്മൾക്ക് നല്ല ഉറക്കം കിട്ടുകയും ചെയ്യും. നമ്മൾ ആ വീഡിയോ കേൾക്കുമ്പോൾ വീഡിയോ മാത്രമാണോ കേൾക്കുന്നത്, റിലേറ്റഡ് ആയിട്ട് എത്ര ചിന്തകളാണല്ലേ വരുന്നത്. പണ്ട് പഠിച്ചത്, ഫ്രണ്ട്സിൻ്റെ കൂടെ നടന്നത്, കോളേജിൽ പോയത്, നമ്മൾക്കും ഒരു നല്ല സൗന്ദര്യമുള്ള കാലമുണ്ടായിരുന്നു എന്ന് ഓർമ്മ വരും. അങ്ങനെ കുറേ നല്ല ഓർമ്മകളും കുറേ വേദനിപ്പിക്കുന്ന ഓർമ്മകളും വരും. വേദനിപ്പിക്കുന്ന ഓർമ്മകളെയൊക്കെ ഒറ്റ തട്ടുകൊടുത്തങ്ങ് ദൂരെ പോട്ടെ എന്ന് വെച്ചിട്ട് നല്ല കാര്യങ്ങൾ മാത്രം ഓർത്ത്, നിങ്ങൾ ഇപ്പോഴും ടീനേജിലാണെന്ന് വിചാരിച്ച് നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് കിടന്നാൽ ഉറപ്പായിട്ടും ഉറക്കം വരും. എപ്പോഴും നെഗറ്റീവ് മാത്രം ചിന്തിക്കരുത്. അയ്യോ അവിടെ എന്തായിരിക്കും, ഇവിടെ എന്തായിരിക്കും, അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ റിലേറ്റഡ് ആയിട്ട് പിന്നെ നമ്മൾ എവിടെയൊക്കെ യാത്ര ചെയ്യുമെന്ന് നമുക്കറിയില്ല. അങ്ങനെ ചിന്തിക്കാതെ ഒന്ന് കാമാക്കിയിട്ട് സ്ക്രീൻ ടൈം ഒക്കെ ഒന്ന് മാറ്റിയിട്ട്, സ്ക്രീൻ ടൈം മാറ്റുന്ന കണ്ണിനടിയിലെ കറുപ്പിനും ഒക്കെ നല്ലതാണ്, സ്കിന്നിൻ്റെ കളറിന് നല്ലതാണ്, ടെക്സ്ചറിന് എല്ലാത്തിനും നല്ലതാണ്. എന്നിട്ട് ഉറങ്ങാൻ ശ്രമിച്ച് നോക്കുക. അത് കേട്ടുകൊണ്ട് ഉറങ്ങുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്പേഴ്സ് കൗണ്ട് ചെയ്തിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മറക്കരുത്. ഒരുപാട് പേരിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് മൂഡ് സ്വിങ്സ്. നമ്മൾക്ക് നല്ല കാലങ്ങളിൽ പീരീഡ്സ് ഒക്കെ വന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ മൂഡ് സ്വിങ് എന്നുള്ള കാര്യം പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മെനോപ്പസ് ടൈമിൽ, ആൻറ്റി ഏജിങ് ടൈമിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് മൂഡ് സ്വിങ്. നമ്മൾക്ക് നിറയെ പേർക്ക് ഒരുപാട് ഇഷ്ടം കരയാനാണ്. പഴയ കാര്യങ്ങൾ ആലോചിച്ച്, നമ്മൾക്കുണ്ടായ കുറേ പ്രശ്നങ്ങൾ ആലോചിച്ച് ഇന്ന് ഒരു പ്രശ്നവും കാണത്തില്ല. വെറുതെ എന്തെങ്കിലും ഒരു പ്രശ്നമോ ആലോചിച്ച്, ഒരു സാമ്പാർ ഉണ്ടാക്കാൻ പോലും നമുക്ക് ടെൻഷനാണല്ലേ. അങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിച്ച്, ആവശ്യമില്ല ഇങ്ങനെ നടക്കുമോ എന്നൊക്കെ ആലോചിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെയാണെന്ന് ആലോചിച്ച് അങ്ങനെയൊക്കെ കരയുന്ന ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ നല്ല സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മൂഡ് മാറും. ചിലപ്പോൾ നമ്മൾക്ക് നെയ്ബേഴ്സിനോടൊക്കെ സംസാരിക്കാൻ മൂഡ് കാണും, ചിലപ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ആയിരിക്കും, ചിലപ്പോൾ പുറത്ത് പോകാൻ മൂഡ് കാണും, ചിലപ്പോൾ കാണത്തില്ല. ഇതൊക്കെ നമ്മളുടെ ശരീരത്തുണ്ടാകുന്ന ഹോർമോണിൻ്റെ ഡിഫറൻസിയേഷൻ കൊണ്ടാണ്, വ്യതിയാനങ്ങൾ കൊണ്ടാണ്. നമ്മൾക്ക് ചിലപ്പോൾ ഹോർമോണിൻ്റെ ഇത് കുറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മുടെ ശരീരത്ത്. അപ്പോൾ നമുക്ക് അങ്ങനെ കുറേ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകും. അതിന് നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നല്ല ഫുഡ് കഴിക്കുക എന്ന് വെച്ചാൽ വയറ് നിറച്ച് ഫുഡ് കഴിക്കാൻ നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഡൈജസ്റ്റ് ആകാൻ പറ്റുന്ന, നമ്മൾക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന, ഒരുപാട് അസിഡിറ്റി കൊടുക്കുന്ന മസാലകളൊന്നും കഴിക്കാതെ നമ്മൾക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന കുറച്ച് ഫുഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രോബയോട്ടിക് ഡ്രിങ്ക്സ് കഴിക്കുന്നത്, തൈര്, യോഗട്ട്, അല്ലെങ്കിൽ പ്രോബയോട്ടിക് ആയിട്ടുള്ള ഫുഡ്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾക്ക് കുറച്ച് നന്നായിട്ട് നമ്മുടെ മൂഡിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് വല്ലപ്പോഴും കഴിക്കുന്നത് നല്ലതാണ്, നമ്മുടെ മൂഡിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പ്രധാന ഒരു കാര്യമാണ്, ആരോടും നമ്മൾ പറയാതെ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ് വജൈനൽ ഡ്രൈനസ് എന്ന് പറയുന്നത്. നമ്മളുടെ ശരീരത്തിലുള്ള ഈസ്ട്രജൻ്റെ അളവ് കണ്ടമാനം അങ്ങ് കുറയുമ്പോഴാണ് നമുക്ക് വജൈനൽ ഡ്രൈനസ് ഉണ്ടാകുന്നത്. നമ്മളുടെ വജൈനൽ ടിഷ്യൂ തിന്നറാകുകയും ലൂബ്രിക്കേഷൻ കുറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതൊക്കെയും നമ്മൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ, ഇതെല്ലാം സയൻസ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾക്ക് പരിഹരിക്കാൻ സാധിക്കും. നമ്മളുടെ മൈൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ചിലർക്ക് ഇൻഫെക്ഷൻ വരെ ഉണ്ടാകും. ഇൻഫെക്ഷൻ ഉണ്ടാകാം, ഇച്ചിങ് ഉണ്ടാകാം, ചൊറിച്ചിലുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മൂത്രം ചൊടിച്ചിലുണ്ടാകാം. ഇതൊക്കെ നമ്മൾക്കുണ്ടാകുന്ന, ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ ഒരു ഭാഗമാണ്. ഇതിനൊക്കെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ശരീരത്തിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഒരു 90% നമ്മൾക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫ്രൈഡ് ഫ്ലാക്സ് സീഡ്, നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡ് ഒരു പാനിലിട്ടിട്ട് എണ്ണയൊന്നും ഒഴിക്കാതെ ഫ്രൈ ചെയ്ത് ഒരു ബോട്ടിലിൽ വെച്ചിട്ട് കുറച്ചായിട്ട് എടുത്ത് കഴിക്കുന്നത് നമ്മളുടെ വജൈനൽ ഹെൽത്തിന് വളരെ നല്ലതാണ്. നട്ട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്.
പംകിൻ സീഡ്സ് വളരെ നല്ലതാണ്. ഇതൊക്കെയും ഒരു ചെറിയ അളവിലേ കഴിക്കാവുള്ളൂ. എല്ലാം കൂടെ കഴിക്കുന്ന വെച്ചാൽ എല്ലാം കൂടെ കയറി കഴിച്ച് അസിഡിറ്റി ഉണ്ടാക്കി വെക്കരുത്. കുറേശ്ശെ ഇതൊക്കെ നമ്മളുടെ ഫുഡിൻ്റെ ഒരു ഭാഗമാക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇതൊക്കെയും നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു ലെവലിലേക്ക് പോകുമ്പോൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്ന തന്നെയാണ് നല്ലത്. ഉറപ്പായിട്ടും നിങ്ങൾ ഒരു ഏജ് ആയി കഴിഞ്ഞാൽ ഒരു 6 months വൺസ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നത് വളരെ നല്ലതാണ്. ഹോർമോൺ സ്പെഷ്യലിസ്റ്റ് ഒക്കെ ഉണ്ട് ഇപ്പോൾ, അവരെ കാണുന്നതും വളരെ നല്ലതാണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ ഗൂഗിളിൽ, നിങ്ങൾക്ക് അങ്ങനെയുള്ള ഡോക്ടേഴ്സിൻ്റെ ഫേമസ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ നമ്പർ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ കൺസൾട്ട് ചെയ്ത് നമ്മളെ മനസ്സിലാക്കി, നമ്മളുടെ ഏജിങ്ങിനെ മനസ്സിലാക്കി വളരെ ശാന്തതയോടെ നടന്ന് പോകാൻ സാധിക്കും നമ്മളുടെ ലൈഫിൽ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ മാനസികാരോഗ്യത്തിനും. അതേപോലെ തന്നെ നമ്മളുടെ കൂടെ ജീവിക്കുന്നവരുടെ ഒരു കംഫർട്ടിനും ഇതൊക്കെ വളരെ അത്യാവശ്യം. നമ്മൾ കാരണം നമ്മുടെ കൂടെയുള്ള ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടാവില്ല. നമ്മൾ മെനോപ്പസിലൂടെ കടന്നു പോകുന്നു, ഇതൊക്കെ ഒരു മറ്റുള്ളവർ കൺസിഡർ ചെയ്താൽ ഓക്കെ, പക്ഷേ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ലാത്ത ഫാമിലിയുണ്ട്, ചെയ്യാത്തവരുണ്ട്. ഇതൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് നമ്മളെ കൺസിഡർ ചെയ്യാൻ പറ്റുമല്ലോ, അതിന് ആരും അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടതില്ല. നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫ്ലാക്സ് സീഡ് നമ്മൾക്ക് ഇങ്ങനെ കഴിക്കാം. ഫ്ലാക്സ് സീഡ് കുറച്ച് 1-2 ഫ്ലാക്സ് സീഡ് നിങ്ങൾക്ക് ഹോട്ട് വാട്ടറിൽ ഇട്ടിട്ട് കുടിക്കാം. ഫെനുഗ്രീക്ക്, ഉലുവ വെള്ളം കുടിക്കാം. അതൊക്കെയും നമ്മളുടെ യൂറിനറി ട്രാക്കിനെ കുറച്ച് നല്ല ക്ലിയർ ആക്കുന്നതാണ്. ഞെരിഞ്ഞിലിൻ്റെ വെള്ളം കുടിക്കാം, ബാർലിയുടെ വെള്ളം കുടിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാണ്. ഓരോ ദിവസം ഓരോന്ന് കഴിക്കുമ്പോൾ നമ്മൾക്ക് മടുക്കത്തില്ല. ഡെയിലി ഒരേ സാധനം കഴിക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് ഹീറ്റ് നമ്മുടെ ശരീരത്തിന് കൂടുകയും നമ്മൾക്ക് ഇതുപോലെ കുറേ പ്രശ്നങ്ങൾ, യൂറിനറി ഇൻഫെക്ഷൻ വരും. പെട്ടെന്ന് മെനോപ്പസ് പീരീഡിൽ നമ്മൾക്ക് അല്ലെങ്കിൽ ആൻറ്റി ഏജിങ്ങിൽ യൂറിനറി ട്രാക്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളെ ഒബ്സർവ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് മൂത്രം, എരിച്ചിലും ഒക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണാൻ ഒരിക്കലും മടിക്കരുത്. പിന്നെ ഇതുപോലെ ഫെനുഗ്രീക്ക് വാട്ടർ അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് ഇതൊന്നും കഴിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എല്ലാ ജ്യൂസും, കോക്കനട്ട് വാട്ടർ, ആംല ജ്യൂസൊക്കെ ശരീരത്തെ നന്നായിട്ട് തണുപ്പിക്കുന്നതാണ്. കോക്കനട്ട് വാട്ടർ മീൻസ് കരിക്കിൻ്റെ വെള്ളമാണ്. അധികം എന്താ പറയണ്ടേ, തേങ്ങയാകാൻ പാകമാകാനായിട്ട് നിൽക്കുന്ന വെള്ളമായതുകൊണ്ട് അതിനകത്ത് ഒരുപാട് മിനറൽസ് ഒക്കെ ഉണ്ട്. അത് തേങ്ങയായി കഴിയുമ്പോൾ തേങ്ങയാകാനായിട്ട് അതെല്ലാം വലിച്ചെടുത്തിട്ടുള്ളതാണ് ബാക്കി നമുക്ക് കിട്ടുന്നത്. അത് കുറച്ചേ കാണത്തുള്ളൂ. അതിനേക്കാളും കൂടുതൽ ഗുണങ്ങൾ കരിക്കിൻ്റെ വെള്ളത്തിലുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒരു തേങ്ങ ആകാനായിട്ട് പാകമാകുന്ന ഒരു ഇതിലുള്ള വെള്ളമായതുകൊണ്ട് കുറേ അധികം സോഡിയം, മഗ്നീഷ്യം, നമ്മൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു സാധനമാണ് കരിക്കിൻ്റെ വെള്ളം. വളരെ നല്ലതാണ്. കിട്ടുവാണെങ്കിൽ ഡെയിലി ഒരെണ്ണം കഴിച്ചാൽ സ്കിന്നൊക്കെ അങ്ങനെ ബ്രൈറ്റ് ആവും, റിങ്കിൾസ് ഒക്കെ ഓടിപ്പോകും, ഫൈൻ ലൈൻസ് ഒന്നും വീഴത്തേ ഇല്ല. ഇതൊക്കെ ഒരു സീക്രട്ടാണ്. സോ ഇതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് വളരെ നല്ലതാണ്. പിന്നെ നിറയെ ഒരു കാര്യം നമ്മളെല്ലാം ഫേസ് ചെയ്യുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് ആരെങ്കിലും ഒരു കപ്പ് കോഫിയോ ടീയോ നമ്മുടെ കൈ കൊണ്ടു തന്നാൽ നമുക്കത് പിടിക്കാനായിട്ട് ജോയിൻസിനൊക്കെ ഒരു പെയിൻ ഉണ്ടാവും. അല്ലെങ്കിൽ ബ്രൈസർ ബാക്കിലോട്ട് കുത്തുമ്പോൾ നമ്മൾക്ക് കൈക്കൊക്കെ ഒരു പെയിൻ ഉണ്ടാകും. അല്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ, ഇരിക്കുമ്പോൾ ജോയിൻസ് ഒക്കെ ഒരു വലിയ ശാപമായിട്ട് മാറുന്നൊരു സമയമാണ്. ലോ സിറ്റിംഗ് പറ്റില്ല. താഴെയുള്ള കസേരയിലോ തറയിലിരിക്കാനോ എഴുന്നേൽക്കാനോ ഒക്കെ ബുദ്ധിമുട്ടാകുന്നൊരു സമയമാണ് അല്ലേ. അതൊക്കെ നമ്മൾ ചെരിഞ്ഞ് നടക്കാൻ തുടങ്ങും, കാല് വലിച്ച്, അങ്ങനെ കുറേ ജസ്റ്റേഴ്സ് നമ്മുടെ മാറും. ഇതിനൊക്കെ നമ്മൾ ആദ്യം തന്നെ ഒരു പ്രിക്കോഷൻ എടുക്കണം. ഡെയിലി എക്സസൈസ് ഒരു റൊട്ടീനാക്കുക. നിങ്ങൾ യോഗ ചെയ്യാൻ മടിക്കരുത്, നടക്കാൻ മടിക്കരുത്, മെഡിറ്റേഷൻ ചെയ്യാൻ മടിക്കരുത്. ഓക്കെ, എന്തൊക്കെ തന്നെ വന്നാലും ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് എങ്കിലും നിങ്ങൾക്ക് നടക്കാനോ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാനോ മടിക്കരുത്. അത് ചെയ്തിരിക്കണം. എന്തൊക്കെ നിങ്ങൾ സൈക്ലിംഗ് അറിയാമെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. മുട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാൻഡൊക്കെ ഇട്ടിട്ട് നടക്കാൻ പോയാൽ വളരെ നല്ലതാണ്. കാരണം മുട്ടിന് കുറച്ചൊക്കെ ഒരു സപ്പോർട്ട് കിട്ടും. വേദനയൊന്നും ഇല്ലാത്തവർ ഇടേണ്ട കാര്യമില്ല. എന്തെങ്കിലും വേദനകൾ വളരെ സ്ലോ ആയിട്ട് നടന്നു നോക്കുക. ഒരുപാട് സ്പീഡിൽ മറ്റുള്ളവർ നടക്കുന്നു എന്ന് പറഞ്ഞ് അവരെ കാണിക്കാൻ സ്പീഡിൽ നടക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ പതുക്കെ തന്നെ നടന്നാൽ മതിയാവും. ജോയിൻറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഹെർബൽ ഓയിൽ തേക്കുക, നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ചെറിയ ചൂടുവെള്ളത്തിൽ വെച്ച് വാമാക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സ്വിച്ചിൽ തന്നെ കുത്തി വാമാക്കുന്ന കുറേ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ തന്നെ വാമാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു കോട്ടൺ ബഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ ജോയിൻറ്റിലും തേക്കാം. വളരെ നല്ല കടുകെണ്ണയൊക്കെ ചൂടാക്കി തേച്ചാൽ വളരെ നല്ലതാണ് ജോയിൻറ്റ് പെയിനിന്. എള്ളെണ്ണ നല്ലതാണ്. എള്ളെണ്ണയും കടുകെണ്ണയും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് തേച്ചാലും വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് കുറേ ഓയിൽസ് നമുക്ക് കിട്ടുന്നുണ്ട്, നാരായണാദി തൈലം, ഇതൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ജോയിൻസിന്. അതൊരു പ്രാക്ടീസാക്കി മാറ്റിയാൽ നമ്മുടെ ജോയിൻറ്റ് പെയിൻ അങ്ങ് മാറിക്കിട്ടും. പിന്നെ റുട്ട് കോട്ട് എന്ന് പറഞ്ഞിട്ട് കോട്ടയ്ക്കൽ വൈദ്യശാലയുടെ ഒരു ഓയിലുണ്ട്. അതും വളരെ അത് ഇവാപ്പറേറ്റ് ആയിട്ട് പോകുന്ന ഓയിലാണ്. അതിങ്ങനെ സ്റ്റിക്കി അല്ല. അത് കുറച്ചും നല്ല ഒരു പ്രയോജനം കിട്ടും. നമുക്ക് കഴുത്ത് വേദന ഉണ്ടാകാം, മുട്ടുവേദന ഉണ്ടാകാം, നടുവേദന
നടുവേദന ഉണ്ടാകും. ഒരുപാട് നടുവേദന, അബ്ഡോമിൻ പെയിൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണാൻ മടിക്കരുത്, ഗൈനക്കോളജിസ്റ്റിനെയാണ് കാണേണ്ടത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെയിറ്റിനെ ഒന്ന് മാനേജ് ചെയ്യുക. ഒരുപാട് മെലിഞ്ഞു പോകാനും പാടില്ല. ഒരുപാട് മെലിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്നിനൊക്കെ സാഗിങ് ആകുകയും സ്കിന്നിന് റിങ്കിൾസ് വീഴുകയും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് ഏജ് സ്കിന്നിന് തോന്നുകയും ചെയ്യും. സ്ലിമ്മായിട്ടിരിക്കുന്ന സൗന്ദര്യമാണ് എന്ന് പറഞ്ഞാലും ബോഡി മാത്രം സ്ലിമ്മായിട്ടിരിക്കുകയും നമ്മളുടെ ബോഡി മാത്രമല്ല, നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ബോഡിയൊക്കെ ഷേപ്പ്ലെസ് ആകും. ഒരുപാട് സ്കിന്നി ആയിക്കഴിഞ്ഞാൽ, ഒരുപാട് തിന്നായി കഴിഞ്ഞാൽ. അങ്ങനെ ആകണമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഹൈറ്റിന് ബാലൻസ് ചെയ്യുന്ന ഒരു വെയിറ്റിന് യാതൊരു കുഴപ്പമില്ല. അതിനിയും 80 ആയിക്കോട്ടെ, അല്ലെ 70 ആയിക്കോട്ടെ, അല്ലെങ്കിൽ 55 ആയിക്കോട്ടെ, 60 അങ്ങനെയൊക്കെ ആയിക്കോട്ടെ. മേ ബി അങ്ങനെയൊക്കെ ആയതാൽ നമ്മളെ കൊണ്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൊബിലിറ്റി, നമ്മളുടെ ആക്ടിവിറ്റീസ്, നമ്മൾ നടക്കുന്ന, ഇരിക്കുന്ന, നിൽക്കുന്ന ഒക്കെ നമ്മൾക്ക് ഈസ് ആണെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വെയിറ്റ് നമ്മൾക്ക് ഓക്കെയാണ്. അല്ല നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, എഴുന്നേൽക്കുമ്പോൾ ഒന്ന് പിടിക്കണം, ഇരിക്കുമ്പോൾ ഒന്ന് പിടിക്കണം, അല്ലെങ്കിൽ നമ്മൾക്ക് ഹുക്കിടുമ്പോൾ ഒന്ന് പ്രശ്നമാണ്, ബാക്കിലോട്ട് ബ്രൈസറിൻ്റെ ഹുക്ക് കുത്തുമ്പോൾ പ്രശ്നമാണ്, ഒരു കപ്പ് രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു കപ്പ് ടീ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ മനസ്സിലാക്കുക നമ്മളുടെ ജോയിൻറ്റ്സ് പ്രശ്നം തുടങ്ങി. അതിനും ഈ ബോൺ ബ്രോത്ത് വളരെ നല്ലതാണ് കേട്ടോ, വളരെ നല്ലതാണ്, ഒരുപാട് നല്ലതാണ്. എസ്പെഷ്യലി മട്ടൻ്റെ ബോൺ മാത്രം ഇട്ടിട്ട് സ്ലോ കുക്കിംഗ് ചെയ്യുക. പോട്ടിലിട്ടിട്ട് നിങ്ങൾക്ക് വേണ്ട അധികമൊന്നും ഇടണ്ട, കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും 1-2 പെപ്പറും നല്ല ജീരകവും ഇടിച്ചിട്ടിട്ട് വളരെ സ്ലോ കുക്കിംഗ് ചെയ്യുക. വളരെ സ്ലോ കുക്കിംഗ്, ഒന്ന് ബോയിലിംഗ് പോയിൻ്റ് ആകുമ്പോഴത്തേക്കും വളരെ സ്ലോയിലിട്ടിട്ട് 2-3 മണിക്കൂർ അതായത് ഒരുപാട് വെള്ളം വെക്കണം കേട്ടോ. അതിനെ ഇങ്ങനെ വറ്റിച്ച് 1/4 ആക്കി അത് നിങ്ങൾ കഴിക്കുന്നതും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും നല്ലതാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ റബറി ആവും. നിങ്ങൾക്ക് ഓവനിൽ വെച്ച് ഒന്നും കൂടെ ഹീറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കൂ. അത് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഇതുപോലെ മട്ടൻ്റെ ബോൺ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ ബോൺ വെച്ചിട്ടും ഉണ്ടാക്കാം, വളരെ നല്ലതാണ്. അങ്ങനെയൊക്കെ നമ്മളുടെ ഹെൽത്തിനെ ഒന്ന് ശ്രദ്ധിക്കുക. ഫിഷൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. എസ്പെഷ്യലി കുട്ടി ഫിഷസിനകത്തൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്കിൻ കെയർ, ഹെയർ കെയർ മാത്രം ചെയ്തുകൊണ്ട് സൗന്ദര്യമാവില്ല. ഫേസ് കുറച്ച് നന്നായിട്ടിരിക്കുന്ന മാത്രമല്ല സൗന്ദര്യം. നമ്മളുടെ യുവത്വം നമ്മളെ വിട്ടു പോകുമ്പോൾ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഉണ്ടാകുക. നമ്മൾ കുറേ ഓർമ്മകൾ നമ്മൾക്കിങ്ങനെ പുറകോട്ട് പോകും. നമ്മൾക്ക് എപ്പോഴും അവിടെ ആയിരിക്കും തങ്ങി നിൽക്കുന്നത് നമ്മുടെ ഓർമ്മകൾ. അന്ന് നടന്നത്, അന്ന് ചെയ്തത്, അന്നത്തെ കൂട്ടുകാർ, അന്നത്തെ നമ്മൾ പറഞ്ഞ വാക്കുകൾ, അന്ന് എന്ത് രസമായിരുന്നു, അന്നത്തെ കാലം എത്ര ഭംഗിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് എല്ലാവരും. എന്തുകൊണ്ട് ആ അന്നത്തെ കാലത്തിനേക്കാളും ഇന്നത്തെ ഈ സമയത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കി ഈ സമയത്തിനെ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റില്ലേ? ഉറപ്പായിട്ടും പറ്റും. അതിനാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത്, ഹെയർ കെയർ ചെയ്യുന്നത്, നല്ല ഫുഡ് കഴിക്കുന്നത്, നല്ല ഡ്രസ്സ് ഇടുന്നത്, സന്തോഷമായിട്ടിരിക്കുന്നത്. ഈ കുശുമ്പും കുന്നായ്മയൊക്കെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും നമ്മുടെ ലൈഫ് ഫ്ലറിഷ് ആവില്ല. അത് നമുക്ക് തിരിച്ചിങ്ങോട്ട് ഇങ്ങനെ ബൂമറാങ് പോലെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നമ്മുടെ ലൈഫ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നമ്മൾക്ക് കിട്ടുക. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം ഞാൻ എന്ന് ചിന്തിച്ചു, അതായിരിക്കും നിങ്ങൾ സുന്ദരിയാണെന്നും നിങ്ങളെ കൊണ്ട് കേപ്പബിൾ ആണെന്നും നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നും നിങ്ങൾക്ക് മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാനുള്ള സ്വീറ്റ്നെസ് ഉണ്ടെന്നും. ഗൈഡ് ചെയ്യാൻ ഏറ്റവും വേണ്ടത് എന്താണ്? കപ്പാസിറ്റി അല്ല, സ്വീറ്റ് ആയിരിക്കണം. നല്ല സ്വീറ്റ്. എന്തുകൊണ്ടാണ് സ്വീറ്റ് എന്ന് വെച്ചാൽ എന്താ? അവർ പറയുന്ന കേൾക്കാനും അവർ പറയുന്ന അക്സെപ്റ്റ് ചെയ്യാനും കേട്ട് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് അവർ പറയുന്ന കാര്യങ്ങൾ തിരുത്തി കൊടുക്കാനും ഒക്കെയുള്ള ഒരു മൈൻഡ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ് കേട്ടോ. മറ്റുള്ളവരെ എപ്പോഴും ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഒരു CCTV ക്യാമറ ആയിട്ടിരിക്കുന്ന ഒരുപാട് പേര് നമ്മൾ കാണുന്നുണ്ടല്ലേ. അവരുടെയൊക്കെ ലൈഫും അതുപോലെ മുരടിച്ചൊരു ലൈഫായിരിക്കും, ഭയങ്കര ഗ്രേ ഷെയ്ഡുള്ള ലൈഫായിരിക്കും. അങ്ങനെയൊക്കെ പോകാതെ നല്ല കളർഫുള്ളാക്കി മാറ്റുക ലൈഫിനെ, നല്ല ഭംഗിയായിട്ട് ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക. ഈ സന്തോഷമായിട്ട് ജീവിക്കുന്ന മറ്റുള്ളവരെ കാണിക്കാനല്ലെന്ന് മനസ്സിലാക്കുക, നമ്മളെ സന്തോഷിപ്പിക്കാൻ. റിയൽ ഹാപ്പിനെസ് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരണമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ഞാനും നിങ്ങളുടെ കൂടെ സന്തോഷമായിട്ടിരിക്കുന്നു. നിങ്ങൾ കാരണം ഞാൻ ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ്. ഇന്നലെ കുറേ നാളുകളായിട്ട് സന്തോഷത്തിലാണ്. എപ്പോഴും എന്നെ സന്തോഷമായിട്ട് വയ്ക്കാനും നിങ്ങളെ സന്തോഷമായിട്ട് വയ്ക്കാൻ ഞാൻ കൂടെ ഉണ്ടാവും. നിങ്ങളും എൻ്റെ കൂടെ കാണുന്നുള്ള വിശ്വാസത്തോടെ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടനുമായി കാണണം വരെ. ടേക്ക് കെയർ.